എബ്രായ ലേഖനകർത്താവ് എഴുതുക, അതുകൊണ്ട് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തിയല്ല. ചിലർ ചോദിക്കത്തില്ലയോ, രാവിലെ ബൈബിളും ചേർത്ത് പിടിച്ചോണ്ട് നീ എന്തോയിന് പോവുക? സ്തോത്രം. നാട്ടുകാർക്കും വീട്ടുകാരുടെ മുമ്പിലൂടെ നിന്ന സഹിച്ച് കറുത്ത ബൈൻഡിട്ട ബൈബിളും പിടിച്ചോണ്ട് വരുമ്പോൾ ഓർക്കണം, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ഞാൻ ദൈവസന്നിധി വന്നിരിക്കുക. ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ദിവസങ്ങളിൽ നിന്നെ സഹായിക്കാൻ അവൻ മേഘാരൂഢനായി വരികയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വളരെ സുപരിചിതമായ വാക്യങ്ങളാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ പുകഴും. വേദപുസ്തക ചരിത്രത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ. അവരെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയും വലിയ ദൈവാലോചനയും അവരെക്കുറിച്ചുണ്ട്. എന്നാൽ വേദപുസ്തക ചരിത്രം പഠിക്കുമ്പം ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം അവർക്ക് കൊടുത്തപ്പം അവർ ദൈവത്തെ മറക്കുകയും ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് പോവുകയും പലതരത്തിൽ ബന്ധിക്കപ്പെടുവാനും ഇടയായിത്തീർന്നു. അവരുടെ പിന്മാറ്റത്തെ ചികിത്സിക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. പ്രവാചകൻ പ്രവചിച്ചു തുടങ്ങുന്നത്, കാളവൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാനെയും അറിയുന്നു, എൻ്റെ ജനം ഇപ്പോൾ എന്നെ അറിയുന്നില്ല. അങ്ങനെ പ്രവചിച്ച് വന്നപ്പം, സ്തോത്രം, 41 അധ്യായത്തിൽ വന്നപ്പം ആ ജനതയോട് പ്രവചിക്കുക, സ്തോത്രം, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഒരു പുഴുവിൻ്റെ അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളെ മറക്കത്തില്ല, ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കാൻ പോവുക. സ്തോത്രം. പുഴുവിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന നിന്നെ ഒരു മെതിവണ്ടിക്ക് സമനാക്കി മാറ്റി നിനക്ക് മുമ്പിൽ ഇന്ന് തലപൊക്കി നിൽക്കുന്ന പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുന്ന ഒരു മെതിവണ്ടിയെ പോലെ നിങ്ങളെ ഞാൻ ആക്കി മാറ്റാൻ പോകുകയാണ്. സ്തോത്രം. 2 ശബ്ദങ്ങൾ ഈ ദൂതിനകത്തുണ്ട്. സ്തോത്രം. പുഴുവായ യാക്കോബേ, നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോവാ. പുഴുവായ യാക്കോബേ, നിന്നെ ഞാൻ സഹായിക്കാൻ പോവാ. ഒന്നുകൂടെ കയറിപ്പോയ 2 ശബ്ദമാണ് ഈ 3 വാക്യത്തിൽ നിന്ന് പറയാനുള്ളത്. യാക്കോബേ, ഇസ്രായേലേ, ഇപ്പം നീ ഒരു പുഴുവിൻ്റെ കണക്കെ ആയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ നിന്നെ ഒന്ന് സഹായിക്കും. 2, നിന്നെ ഞാൻ എൻ്റെ കൈകളിൽ ഇനിയും ഒന്ന് ഉപയോഗിക്കാൻ പോവുക. പ്രാർത്ഥനയോടെ ഇരിക്കുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ മേഖലകൾ ബന്ധിക്കപ്പെട്ടു പോയവർ, അമർന്നു പോയവർ, ഒതുങ്ങിപ്പോയവർ, ഒരു പുഴുവിൻ്റെ സമമായി ശൂന്യതയിലേക്ക് പോയവരോടൊക്കെ ദൈവം പറയുന്നൊരു ദൂത, നിന്നെ എനിക്ക് സഹായിക്കാൻ പദ്ധതിയുണ്ട്. സ്തോത്രം. വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ക്രിസ്തീയ ജീവിതം ആരംഭിച്ച ചിലരുടെ ജീവിതത്തെ വല്ലാതെ ദുഷ്ടശക്തികൾ കയറിയിറങ്ങി അവരെ മെതിച്ചു തകർത്ത് അവരെ വല്ലാത്തൊരു രൂപത്തിലാക്കി കളഞ്ഞെങ്കിൽ ദൈവം പറയുക, ആരെല്ലാം കൈവിട്ടാലും നിന്നെ ഞാൻ കൈവിടത്തില്ല, ഞാൻ നിന്നെ സഹായിക്കും. അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ, ദൈവത്തിൻ്റെ സഹായം ഉടനെ ഉണ്ടെന്ന് പറ. ആവർത്തന പുസ്തകം 33 അധ്യായത്തിൻ്റെ 26 വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. ആവർത്തന പുസ്തകം 33 അധ്യായത്തിൻ്റെ 26 വാക്യം ശ്രദ്ധേയമായ വാക്യമാണ്. യെശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. യെശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. എന്തിന്? നിന്റെ സഹായത്തിനായി. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഇപ്പം നിന്റെ അവസ്ഥ യാതൊരു കഴിവുമില്ലാത്ത ഒരു പുഴുവിൻ്റെ അവസ്ഥ പോലെ ആയിരിക്കുക.
എന്നാൽ ഈ ദിവസങ്ങളിൽ നീ അങ്ങനെ തീർന്നു പോകത്തില്ല. ഞാൻ നിന്നെ ഒന്ന് സഹായിക്കാൻ പോകുകയാ. ഈ ദിവസങ്ങളിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുക, കഴിവുകെട്ട നിൻ്റെ അവസ്ഥ കണ്ട് നിന്നെ നോക്കി ചിലർ നിഗൂഢ പദ്ധതികൾ മെടയുമ്പോഴും ദൈവം പറയുക, അവർക്കൊന്നും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. നീ എൻ്റെ പദ്ധതിക്കകത്തുള്ളതാ, നീ എൻ്റെ ആലോചനയ്ക്കകത്തുള്ളതാ, നീ തകർന്നു പോകത്തില്ല. ഞാൻ നിന്നെ സഹായിക്കാൻ പോവാ. വേദപുസ്തകം പഠിക്കുമ്പം ഒരു കാലത്ത് ഉന്നതമായ കുടുംബപ്പേരോടുകൂടിയ ചില വീടുകൾ, പണ്ടൊക്കെ ജന്മികളും അടിയാന്മാരുമുള്ള കാലഘട്ടവും. വലിയ ജന്മികളുടെ വീടിൻ്റെ അവിടെ പണ്ടത്തെ അടിയാന്മാർക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഇന്ന് ജന്മിയുടെ വീട് ജപ്തിക്കും അടിയാനെന്ന് വിധിച്ചവൻ കൊട്ടാരം പോലുള്ള വീടും വെച്ചു. എവിടാ കുഴപ്പം പറ്റിയ പറയാം. സ്തോത്രം. ഞാനൊരു സന്ദേശം പറയാം. ദൈവം അനുഗ്രഹങ്ങൾ തരുമ്പം ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യരുത്. സ്തോത്രം. നീ കൈയടിക്കുന്നവനാണോ, പാടുന്നവനാണോ, പ്രാർത്ഥിക്കുന്നവനാണോ, ഇതൊന്നുമല്ല ചോദ്യം. ദൈവഹിതമില്ലാത്തത് ചെയ്തു കൂട്ടരുത്, നീ പരാജയപ്പെട്ടു പോകും. ദൈവം അനുഗ്രഹങ്ങൾ തരുമ്പോൾ അതിനൊത്ത് ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ജനത മുഴുവൻ ഇപ്പോൾ ഇവരെ പരിശുദ്ധാത്മാവ് കാണുക ഒരു പുഴുവിൻ്റെ ഷേപ്പിൽ ഇവരായിരിക്കുക. എന്ന് പറഞ്ഞാൽ പുഴുവെന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥത്തിൽ പോകണ്ട. എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട് എഴഞ്ഞെഴഞ്ഞ് നടക്കുന്ന ഒരു പുഴുവിന് സമമായി ഇസ്രായേൽ തീർന്നിരിക്കുക. സ്തോത്രം. ദൈവം പറയുക, പേടിക്കണ്ട, ആ പുഴുവിനെ പോലെ എഴഞ്ഞ് നടക്കുന്ന നിന്നെ ഞാനൊന്ന് സഹായിക്കാൻ പോവാ. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരു ദൈവം വേറെയില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. എനിക്കിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയാനുണ്ട്. ഈ ദിവസങ്ങളിൽ നീ ഇങ്ങനെ അങ്ങ് കിടക്കുമെന്ന് ചിന്തിക്കരുത്. ഒരു സഹായം ഇറങ്ങും നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. നിന്റെ അവസ്ഥ നോക്കി സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ ഒരു മനുഷ്യന് വന്നാൽ നമ്മൾ നോക്കി നിന്നേച്ച് പറയുന്നൊരു പദമുണ്ട്, എന്നാലും ഇവനിത് വന്നല്ലോ, എന്നാലും ഇവക്കിത് വന്നല്ലോ, അയ്യോ പാടുന്ന വീടായിരുന്നല്ലോ, പ്രാർത്ഥിക്കുന്ന വീടായിരുന്നല്ലോ, അവക്കിത് വന്നല്ലോ എന്ന് നാട്ടുകാർ പറയുമ്പം ദൈവം അങ്ങനെ പറയുവല്ല. കർത്താവ് പറയുന്നേ, ഞാൻ എൻ്റെ സഹായം അയക്കാൻ പോവാ. എങ്ങനെ അയക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അവൻ ദൈവത്തിന് സ്തോത്രം. നിനക്ക് സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഈ ദിവസങ്ങളിൽ അവൻ സങ്കീർത്തനക്കാരൻ പറയാം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം. ഞാൻ നിങ്ങളോട് പറയാം, നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അളവിൽ ഒരു സഹായം നിനക്ക് വരുന്നു. ഓ, നിന്റെ രക്തബന്ധങ്ങൾക്ക് വിശ്വസിക്കുവാൻ പറ്റാത്തൊരു സഹായം. എബ്രായ ലേഖനകർത്താവ് എഴുതുക, അതുകൊണ്ട് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തിയല്ല. ചിലർ ചോദിക്കത്തില്ലയോ, രാവിലെ ബൈബിളും ചേർത്ത് പിടിച്ചോണ്ട് നീ എന്തോയിന് പോവുക? സ്തോത്രം. നാട്ടുകാർക്കും വീട്ടുകാരുടെ മുമ്പിലൂടെ നിന്ന സഹിച്ച് കറുത്ത ബൈൻഡിട്ട ബൈബിളും പിടിച്ചോണ്ട് വരുമ്പോൾ ഓർക്കണം, തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ഞാൻ ദൈവസന്നിധി വന്നിരിക്കുക. ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ദിവസങ്ങളിൽ നിന്നെ സഹായിക്കാൻ അവൻ മേഘാരൂഢനായി വരികയാ. വിശ്വാസമുണ്ടോ? നാട്ടുകാരുടെ കൂടെ നിന്ന് കമൻ്റ് പറയുന്നവനല്ല യേശു. ഇപ്പോൾ നിൻ്റെ അവസ്ഥ പുഴുവിൻ്റെ അവസ്ഥയാ, പക്ഷെ നിന്നെ ഒന്ന് സഹായിക്കാൻ പോകുകയാ.